ലഹരിയാവാം വായനയോടെ എന്ന സന്ദേശവുമായി ആലത്തൂർ മണ്ഡലത്തിലെ ക്ലാസ് മുറികളിൽ ദിനപത്രമെത്തിക്കാൻ ദിശ രംഗത്ത്. ആലത്തൂർ എം.എൽ.എ. കെ.ഡി. പ്രസേനൻ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ദിശയാണ് ഇത്തരമൊരു ക്യാമ്പയിന് തുടക്കമിടുന്നത്. പുതുതലമുറ ലഹരിയുടെ പാതയിലേക്ക് വഴിമാറിപ്പോകാതിരിക്കാൻ വായന ലഹരിയാവണമെന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. മണ്ഡലത്തിലെ 62 വിദ്യാലയങ്ങളിലെ 500-ലധികം വരുന്ന ക്ലാസ് മുറികളിൽ ദിനപത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണവും എത്തിക്കാനാണ് പദ്ധതി. ആലത്തൂരിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശയുടെ ഭാഗമായി ഒരു പുതിയ പ്രൊജക്റ്റ് കൂടി ഏറ്റെടുത്ത വിവരം ഇതിനകം നിങ്ങൾ അറിഞ്ഞു കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഈ അപേക്ഷ മുന്നോട്ട് വെച്ചത്. വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കുട്ടികൾക്കെല്ലാവർക്കും ഈ അസംബ്ലി മണ്ഡലത്തിലെ 62 വിദ്യാലയങ്ങളുണ്ട്. 62 വിദ്യാലയങ്ങളിലെയും കുട്ടികൾക്ക് ആവശ്യമായ ദിനപത്രങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. അതിൽ അപ്പർ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഉള്ള ഏതാണ്ട് 500ഓളം വരുന്ന ക്ലാസ് മുറികളിൽ പ്രത്യേകമായി ദിനപത്രങ്ങൾ എത്തിക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അതിനുള്ള വാർഷിക പത്രത്തിൻ്റെ സ്പോൺസർമാരെ തേടുന്ന ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നല്ല പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള പത്രത്തെ അവർക്ക് സ്പോൺസർ ചെയ്യാം. സ്കൂൾ വാർഷികമാണ് എന്നുള്ളതുകൊണ്ട് സാധാരണ വാർഷികത്തിൻ്റെ പകുതി തുക പോലും ഇതിന് ചെലവഴിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വലിയ ആശ്വാസകരമായ ഒരു സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത അധ്യയന വർഷം ആരംഭത്തിൽ തുടക്കം കുറിക്കുന്ന പദ്ധതിക്ക് സ്പോൺസർമാരിലൂടെയാണ് തുക കണ്ടെത്തുന്നത്. സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സ്പോൺസർ ക്ഷണിച്ചുകൊണ്ട് എം.എൽ.എ. പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. സ്പോൺസർമാർ ആഗ്രഹിക്കുന്ന ഏത് പത്രവും ദിശ മുഖേന ക്ലാസ് മുറികളിലെത്തുമെന്നും പത്രം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാമെന്നും കെ.ഡി. പ്രസന്നൻ എം.എൽ.എ. പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.